वार्ता संस्कृतं प्रति स्वागतम् इयमत्र दुर्गा आदौ प्रमुखवार्ताः ന്യൂസ് ഹെഡ്ലൈൻസ് ബ്രോട്ട് യു ബൈ ആർജി നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. രമേശ് ആർജി നല്ലെണ്ണ. केन्द्रमन्त्रिसभायां विविधविभागेषु मन्त्रिणः अधिकारं स्वीकृतवन्तः. विविधविभागेषु सहमन्त्रिणः अपि अद्य दायित्वं स्वीकृतवन्तः. तृतीय मोदी सर्वकारस्य समये UN रक्षा कौन्सिल् स्थिराङ्गत्वं प्राप्स्यति इति S जयशङ्कर. दक्षिण अर्धगोलराष्ट्राणां सङ्घटनाय शक्तिसम्पृद्धं भवति भारतम्. केन्द्रसहमन्त्रिस्थाने अधिकारं स्वीकृत्य सुरेश गोपी जॉर्ज कुरियन च केरलं विनोदसञ्चारविषये प्रधानस्थानं करिष्यति इति सुरेश गोपी अवोचत्. समुद्रनिवासिनां प्रदेशेषु प्रश्नपरिहारं कर्तुं पद्धतयः करिष्यामि इति जॉर्ज कुरियन अवोचत्. वार्ताः विस्तरेण. केन्द्रमन्त्रिसभायां विविधविभागेषु मन्त्रिणः अधिकारं स्वीकृतवन्तः. आभ्यन्तरमन्त्रिस्थाने अमित शाह, विदेशकार्यमन्त्रिस्थाने S जयशङ्कर, रेल्वे मन्त्रिस्थाने अश्विनी वैष्णव तथा आरोग्यविभागमन्त्रिस्थाने JP नड्डा च अधिकारं स्वीकृतवन्तः. विविधविभागेषु सहमन्त्रिणः अपि अद्य दायित्वं स्वीकृतवन्तः. ജോർജ് കുര്യൻ സഹമന്ത്രിസ്ഥാനം ഏറ്റുകൊണ്ട് പ്രതികരിക്കുന്നു. തത്സമയത്തിലേക്ക് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. രാവിലെ ഞാൻ എടുത്തത് ഫിഷറീസ് ആനുവൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയാണ്. ഇപ്പോൾ ഇത് മൈനോറിറ്റി അഫയേഴ്സാണ്. പൊളിറ്റിക്കൽ അഫയേഴ്സ് ഇപ്പോൾ തൽക്കാലം ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് അഫയേഴ്സും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതിന് പൊളിറ്റിക്കൽ അഫയേഴ്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഈ രണ്ട് അഫയേഴ്സിലും പ്രവർത്തിക്കുന്നതിനും ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനും നിങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. അത് അങ്ങനെയുള്ളതെല്ലാം പരിഗണിക്കും. അത് അവരോട് കേട്ടിട്ട്, അതിൻ്റെ ആൾക്കാരോട് കേട്ടിട്ട് എന്താണ് അതിൻ്റെ അനുഭവം ഇപ്രാവശ്യത്തെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടതിന് ശേഷം അത് തീർച്ചയായിട്ടും അതെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കുന്നതാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും. തുടക്കത്തിൽ തന്നെ തർക്കം വേണം. ചാർജ് എടുത്ത ഉടനെ തന്നെ ഒരാളോട് തർക്കത്തിന് നേരിടേണ്ട വല്ല കാര്യമല്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഇന്റേണൽ മാറ്റേഴ്സാണ്. സർക്കാരിനെ സമയത്തുള്ള അതിൻ്റെ അകത്ത് പോപ്പിന്റെ സന്ദർശനം പലപ്പോഴും പല രീതിയിൽ പറഞ്ഞു കേട്ടതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ് വിസിറ്റ് ആണല്ലോ നടത്തേണ്ടത്. അതുകൊണ്ട് ഒരു ഔദ്യോഗിക ക്ഷണം ME ആണെങ്കിൽ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ലിമിറ്റ് വെച്ച് എപ്പോൾ നടക്കും എന്ന് ചോദിച്ചാൽ എൻ്റെ പൊസിഷൻ നോട്ട് വളരെ ഞാൻ ചെറിയ ആളാണ്. അറിയാമല്ലോ അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള രീതികളും. റിലീജിയസ് ഹെഡ് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ് ഓഫ് ഹെഡും കൂടെയാണ്. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഇതും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രക്രിയ നടക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് ഞാൻ ചെറുതാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ പറയാൻ മാത്രമുള്ള ഒരു പോസ്റ്റിലല്ല ഞാനിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ, നാഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അത് ആ തരത്തിലേ പറയുന്നു. അല്ലല്ല, അതുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കുകയും അങ്ങനെയുള്ളതിൻ്റെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്ന. ആ കാര്യം സംശയം. കേരളത്തിൽ നിന്നൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൊടുക്കും. അതായത് കേരള മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം പ്രസ്താവനകൾ നടത്തി. അത് അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു പ്രയോഗം ശരിയാണോ കേരള മുഖ്യമന്ത്രി എന്നുള്ളത്? ഞാനിപ്പോൾ ഇത് നമ്മുടെ ശബ്ദാവലി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശബ്ദാവലി എടുത്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അത് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ അഫയേഴ്സ് വിട്ടിട്ട് ഈ രണ്ട് അഫയേഴ്സ് അത് നടപ്പിലാക്കുന്നതിന് ഒരു എന്താ പറയുന്നത്, ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു സമീപനം വേണം. ജനങ്ങൾക്ക് ഗുണം കിട്ടണം. ഇപ്പോൾ ഈ
ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്ക് ന്യൂസ് കിട്ടുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം പിന്നീട് പറയാം. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു 2 അഫയേഴ്സ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, 2 മിനിസ്ട്രി. അപ്പോൾ അതിൻ്റെ അകത്ത് അത് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് ഏറ്റെടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതിന് പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അതായത് ഒരു മിനിസ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ ഒരു മിനിസ്റ്ററും, അതായത് പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു മിനിസ്റ്ററും ഫസ്റ്റ് ഡേയിൽ, എനിക്ക് തോന്നുന്നില്ല ആരും, അവർ ഫസ്റ്റ് ഡേയിൽ അവരുടെ വകുപ്പിനെ പറ്റി പറയുള്ളൂ. പൊളിറ്റിക്കൽ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനിയെങ്കിലും പുതിയ എത്ര വലിയ രാഷ്ട്രീയക്കാരനാണെങ്കിലും ആദ്യമായിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന അവരുടെ മിനിസ്ട്രിയെ പറ്റിയായിരിക്കും, അവരുടെ കാര്യങ്ങളെ പറ്റിയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്, രാഷ്ട്രീയ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, ചോദിക്കാം. പക്ഷേ ഞാനത് ഇപ്പോൾ ഞാനെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സഹകരിക്കണം ആ കാര്യത്തിൽ. ഞാനത് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഏറ്റെടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഞാനിതാ തുടങ്ങുന്നു. ജോർജ് കുര്യൻ ന്യൂനപക്ഷ ക്ഷേമകാര്യ സഹമന്ത്രിയായി ചുമതലയേൽക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. സംസ്കൃത വാർത്ത പുനരപ്പി. तृतीय मोदी सर्वकारस्य समये UN सुरक्षा कौन्सिल स्थिरांगत्वं प्राप्स्यादि इति एस् जयशंकर दक्षिण आगोलराष्ट्राणां संघटनाय शक्ति सम्प्रदं भवति भारतं राज्यस्य गौरवं संवर्धयति इति एस् जयशंकर प्रास्तोत। वर्षैः भारतं UN सुरक्षा कौन्सिल अङ्गत्वाय प्रयतते। अनेकानि राष्ट्राणि भारतस्य आवश्यकम् अङ्गीकरोति। द्वितीय मोदी सर्वकार प्रशासनकाले प्रयत्नसाफल्यं जातं। स्थिराङ्गत्वादि विषयेषु शुभसूचना वर्तते इति जयशंकर प्रस्तौत्। Role of India, the influence of India, that has been steadily growing, not just in terms of our own perception, but अगर आप देखें दूसरे देश हमारे बारे में क्या कहते हैं, उनको भी लगता है कि आज भारत जो है सचमुच उनका मित्र है। उन्होंने देखा है कि संकट के समय में कि अगर एक देश ग्लोबल साउथ के साथ खड़ा है तो वो भारत है। उन्होंने देखा है कि जब G20 की अध्यक्षता के समय में हम लोगों ने अफ्रीकन यूनियन की सदस्यता को आगे किया था, तो दुनिया हम पर विश्वास करती है और हमारी जिम्मेदारियां भी बढ़ रही हैं। तो हमें विश्वास है कि मोदी जी के नेतृत्व में भारत की जो पहचान जो है दुनिया में वो बढ़ेगी ज़रूर। और UNSC का सवाल आपने उठाया, पर उसके अलग अलग और भी पहलू हैं और मुझे पूरा विश्वास है कि उनके नेतृत्व में मोदी 3.0 की विदेश नीति जो है बहुत सफल होगी। G20 सम्मेलनकाले भारतसोग् आगोलनयं व्यक्तम् अभवत्। दक्षिणार्धगोलराष्ट्राणां सङ्घटनाशक्ति सम्पृद्धं भवति भारतम्। आफ्रिकन् यूनियन् मोदी सर्वकारस्य प्रशासनकाले G20 अङ्गत्वं स्व्यकरोत्। तृतीय मोदी सर्वकारः राष्ट्रस्य गौरवं संवर्धयति इति एस् जयशंकर प्रस्तौत्। वार्तादलं जनम्। UAE मार्गेषु चालकरहित वाहनयानं चालनपरीक्षणं व्यापकं कृतात् पश्चात् UAE नवीनगतागतनियमं प्रख्यापयत्। राज्ये चालकरहितवाहनानि सक्रियः भवितुं समये एव एतत् नूतनं संशोधनं कृतम् अस्ति। वाहनैः साकं स्वयं नियन्त्रितवाहनानि इलेक्ट्रिक् वाहनानि च नियमपरिधौ आयोजनात् लक्ष्येति। UAE मार्गेषु चालकरहितवाहनायां चालनपरीक्षणं व्यापकं कृत्यात् पश्चात् UAE नवीनगतागतनियमं प्रख्यापयत्। इलेक्ट्रिक् वाहनानां संख्या प्रतिवर्षं वर्धयति। साहचर्ये अस्मिन् UAE वैस् प्रेसिडेण्ट् तथा प्रधानमन्त्री दुबाई प्रशासनाधिकारी शेख मुहम्मद बिन राशिद अल मक्तुमस्य अध्यक्षतयां सम्पन्ने मन्त्रिसभायोगे आसीत् गतागतनियमभेदगति आयोजयत्। वाहनैः साकं स्वयं नियन्त्रितवाहनानि इलेक्ट्रिक् वाहनानि च नियमपरिधौ आयोजनाय लक्ष्यति। नियमभेदगत्या वाहनानाम् उपयोगं वर्धता शक्यते इति शेख मुहम्मद। राष्ट्रस्य विकसनलक्ष्येत्वो भवन्ति प्रयत्नः इति शेख मुहम्मद व्यक्तयत्। विविध सर्वकारीयक्षेत्रेषु आर्टिफिशियल् इण्टेलिजेन्स् योजनाय 22 चीफ् AI अधिकारिणां नियुक्तिः च मन्त्रिसभायोगे निश्चिनोत्। पकर्चव्याधि प्रतिरोध विषये नवीननियमाय मन्त्रिसभायोगम् अङ्गीकारम् अदात्। वार्तादलं जनम्।
संस्थाने दुरन्तनिवारण प्राधिकरणस्य सैरन् परीक्षणं पूर्णम् अभवत्। तिरुवनन्तपुरे पोळियूर् प्रदेशे अद्य सैरन् घोषिता। प्रकृतिदुरन्तसाहचर्येषु पूर्वसूचनाप्रदानाय कवचम् इति नामे सैरन् घोषिता। समयेऽस्मिन् प्रचण्डवृष्टिः भविष्यति इति सूचना प्राप्ता। कण्णूर् कासरगोड जनपदयोः वातावरणनिरीक्षणकेन्द्रेण केसर जाग्रता ख्यापयत। സംസ്ഥാനെ ദുരന്തനിവാരണ പ്രാധികരണസ്യ സൈറൻ പരീക്ഷണം പൂർണ്ണം അഭവത്. തിരുവനന്തപുരെ പൊഴിയൂർ പ്രദേശേ ആദ്യ സൈറൻ ഘോഷിത. പ്രകൃതി ദുരന്ത സാഹചര്യേഷു പൂർവസൂചനാ പ്രധാനായ കവചം സംസ്ഥാപനായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ജാഗ്രതാ ഘോഷണ ഫ്ലാഷ് ലൈറ്റ് ച സ്ഥാപിതാः जाताः. മൊബൈൽ ടവർ സർവകാരീയ സൗധാനി ച കവച സ്ഥാപനായ ചിതാനി സന്തി. സംസ്ഥാന നിയന്ത്രണ വ്യവസ്ഥായാം പശ്ചാത് പ്രാദേശിക പ്രശാസന സ്ഥാപനേഭ്യശ്ച ജാഗ്രതാ നിർദ്ദേശം പ്രഭാതും ശക്യത്തെ. സംസ്ഥാനെ 85 സ്ഥാനേഷു ദുരന്തനിവാരണ അതോറിറ്റി കവചാനി സ്ഥാപിനാനി സന്തി. സമയേ അസ്മിൻ ന്യൂനമർദ്ദസ്വാധീന ഫലത് കണ്ണൂർ കാസർഗോഡ് ജനപദയോः വാർത്താവിതരണ നിരീക്ഷണ കേന്ദ്രം കേസര ജാഗ്രത ഖ്യാപയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജനപദേഷു കേചന സ്ഥാനേഷു വൃഷ്ടിസാധ്യത ഹേതുന പീത ജാഗ്രത ഖ്യാപയത്. സമുദ്രക്ഷോഭാത് കേരള, ലക്ഷദ്വീപ്, കർണാടക തടേഭ്യः മത്സ്യബന്ധനായ രുണധി അസൂചയത്. വാർത്താദളം ജനം. वार्तासंस्कृतम् अत्र सम्बन्धिते अग्रिमवार्तासंस्कृतमशः सायं पादोन 5:00 अधिकवार्तानां दृश्यानां कृते जनन्TV.com सन्दर्श्यतां शुभं भूयात्.